തൊഴിലാളി വർഗത്തിനായുള്ള മലയാളത്തിലെ ആദ്യത്തെ പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. 1933 പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. തൊഴിലാളി വർഗത്തിനായുള്ള മലയാളത്തിലെ ആദ്യത്തെ പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്താണ് വയനാട് ജില്ലയിലെ അമ്പലവയൽ. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത് വയനാട് ജില്ലയിലെ അമ്പലവയലാണ്. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസാണ് ഒറ്റപ്പാലം താലൂക്ക് ഓഫീസ്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം താലൂക്ക് ഓഫീസാണ്. കേരളത്തിൽ ലേബർ ബാങ്ക് ആരംഭിച്ച ആദ്യ പഞ്ചായത്താണ് അകത്തേത്തറ. പാലക്കാട് ജില്ലയിലെ അകത്തേത്തറ പഞ്ചായത്താണ് കേരളത്തിൽ ലേബർ ബാങ്ക് ആരംഭിച്ച ആദ്യ പഞ്ചായത്ത്. നിർമ്മൽ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് പീലിക്കോട് പഞ്ചായത്ത്. കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് പഞ്ചായത്താണ് നിർമ്മൽ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്താണ് പാമ്പാക്കുട. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്താണ് പാമ്പാക്കുട. KPCCയുടെ ആദ്യ സെക്രട്ടറിയാണ് കെ മാധവൻ നായർ. KPCCയുടെ ആദ്യ സെക്രട്ടറി കെ മാധവൻ നായരാണ്. മലയാളത്തിലെ ആദ്യത്തെ ഈ നോവലാണ് നൃത്തം. മലയാളത്തിലെ ആദ്യത്തെ ഈ നോവൽ നൃത്തം. വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയ വർഷമാണ് 1498. 1498 മെയ് 20 വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത്. 1957 രൂപീകൃതമായ ആദ്യ മന്ത്രിസഭയിൽ ആദ്യം പ്രസംഗിച്ചത് റോസമ്മ പുന്നൂസാണ്. 1957 രൂപീകൃതമായ ആദ്യ മന്ത്രിസഭയിൽ ആദ്യം പ്രസംഗിച്ചത് റോസമ്മ പുന്നൂസ്. കേരളത്തിൽ ആദ്യത്തെ സ്വരാജ് ട്രോഫി ലഭിച്ച ഗ്രാമപഞ്ചായത്താണ് കഞ്ഞിക്കുഴി. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയാണ് കേരളത്തിൽ ആദ്യത്തെ സ്വരാജ് ട്രോഫി ലഭിച്ച ഗ്രാമപഞ്ചായത്ത്. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. കേരളത്തിൽ ആദ്യമായി സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിച്ച വർഷം 1994. കേരളത്തിൽ ആദ്യമായി സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിച്ച വർഷമാണ് 1994. ആദ്യത്തെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ PM എബ്രഹാം ആയിരുന്നു. ആദ്യത്തെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ PM എബ്രഹാം. ഏതു വർഷമാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്? 1920 ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്. ഗാന്ധിജിയുടെ ഇടപെടലുണ്ടായ കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇടപെടലുണ്ടായ കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജി തന്റെ കേരള സന്ദർശനത്തിൽ പ്രസംഗിച്ച സ്ഥലമാണ് കോഴിക്കോട്. 1920 ഗാന്ധിജി തന്റെ ആദ്യ കേരള സന്ദർശനത്തിൽ പ്രസംഗിച്ച സ്ഥലം കോഴിക്കോടാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ആസ്ഥാന കവിപ്പട്ടം ലഭിച്ച കവിയാണ് ഇരയിമ്മൻ തമ്പി. തിരുവിതാംകൂറിൽ ആദ്യമായി ആസ്ഥാന കവിപ്പട്ടം ലഭിച്ച കവിയാണ് ഇരയിമ്മൻ തമ്പി. ഗാന്ധിജിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഗാന്ധിജിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് റസൂൽ പൂക്കുറ്റി. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് റസൂൽ പൂക്കുറ്റി. പത്മഭൂഷൺ നേടിയ ആദ്യ മലയാളി വള്ളത്തോൾ നാരായണ മേനോനാണ്. പത്മഭൂഷൺ നേടിയ ആദ്യ മലയാളിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ.